നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം അത് ലോകപ്രശസ്തമാണ്. പക്ഷെ അത് അതിജീവിതകളുടെ ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഇന്ത്യൻ പൗരനാവുന്നു എന്നെനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കേണ്ടി വരും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്താം. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണുക. അവർ പറയുന്നവരെല്ലാം ശിക്ഷിക്കണം. അവരല്ലല്ലോ പറഞ്ഞു ദിലീപിൻ്റെ കാര്യം ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ലോ ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേയാളെ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളും ഇല്ലെന്ന് പറഞ്ഞേക്കുന്നു അവരുടെ അറിവിൽ. പിന്നെ അപ്പോൾ അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ ലോകം കാണത്തക്ക രീതിയിൽ ഇത്രയും വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയ ഈ വക്കീലിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ? നിയമം എല്ലാവർക്കും തുല്യമാണ്. ഇവിടെ രാഹുൽ ഈശ്വറിനെ എന്തിനാണ് ജയിലിലടച്ചത്? നമ്മൾ കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അതിജീവിതയുടെ ഈ തിരിച്ചറിയൽ, അവരെ തിരിച്ചറിയുന്ന രീതിയിലുള്ള പൊതുജനത്തിനു മുമ്പായിട്ട് രാഹുൽ അവതരിപ്പിച്ചു. അത് മീഡിയ വഴിയോ ഇല്ലെങ്കിൽ മറ്റൊരു ചാനൽ വഴിയോ എന്തായിരുന്നാലും ആ ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചു. അതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ ലോകം കാണത്തക്ക രീതിയിൽ ഇത്രയും വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയ ഈ വക്കീലിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ? ഇന്ത്യയുടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. രാഹുൽ ഈശ്വറിന് കിട്ടിയ അതേ ശിക്ഷ തന്നെ ഈ വ്യക്തിയും അർഹിക്കുന്നു. അപ്പോൾ അതിജീവിതയെ സമൂഹ മാധ്യമത്തിൽ ലോകം കാണത്തക്ക രീതിയിൽ ഇത്രയും വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയ ഈ വക്കീലിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ? രാഹുൽ ഈശ്വറിന് കിട്ടിയ അതേ ശിക്ഷ തന്നെ ഈ വ്യക്തിയും അർഹിക്കുന്നു. ഇന്ത്യയിലെ എല്ലാവർക്കും ഒരേ നീതിയാണെങ്കിൽ ഈ വക്കീൽ ശിക്ഷിക്കപ്പെടണം. ഈ വക്കീൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കൊടുക്കണം.